എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അയർലൻഡിൽ നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്ന ബാക്ക് ടു സ്കൂൾ തുറന്ന് സ്കൂളിലോട്ട് പോകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം സ്കൂൾ തുറക്കാൻ പോവാണ്. ഈ മാസം അവസാനത്തോടു കൂടി അയർലൻഡിൽ സ്കൂൾ തുറക്കും. അപ്പം അതിന് പറയുന്നത് അലവൻസിൻ്റെ പേര് ബാക്ക് ടു സ്കൂൾ എന്ന് പറയാറുണ്ട്, ക്ലോത്ത് ആൻഡ് ഫുഡ് വെയർ അലവൻസ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെയും ഇവിടെയും തമ്മിൽ നല്ലൊരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ കാറ്റഗറിയിൽ പെടുന്ന കുട്ടികൾക്ക് ഒരു ആനുകൂല്യങ്ങളും സാധാരണ ഗവൺമെൻറ്റിന് കിട്ടാറില്ല. പിന്നെ ഗ്രാൻഡ് കിട്ടുന്ന കുട്ടികൾക്ക് മാത്രമാണ് ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നത്. അപ്പം ഗ്രാൻഡ് കിട്ടുന്ന കുട്ടികളുടെ പേരൻസൊക്കെ നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണെങ്കിലും അവർക്ക് നല്ല സാലറി ഉണ്ടെങ്കിലും അവർക്കും ഈ ഗ്രാൻഡുകളൊക്കെ നമ്മുടെ കേരളത്തിൽ കൊടുക്കാറുണ്ട്. പക്ഷേ ജനറൽ കാറ്റഗറിയിൽ പെടുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ വളരെ കഷ്ടപ്പെട്ട് കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ നമ്മുടെ നാട്ടിൽ കിട്ടാറില്ല. പക്ഷേ ഇവിടെ അയർലൻഡിലെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. പേരൻസിൻ്റെ ഏത് കാറ്റഗറി പെടുന്ന ആൾക്കാരാണെങ്കിലും പേരൻസിൻ്റെ വരുമാനം അനുസരിച്ചാണ് ഇവിടെ നമുക്ക് ബാക്ക് ടു സ്കൂൾ അലവൻസ് കുട്ടികൾക്ക് കിട്ടുന്നത്. അതായത് ഒരു വീക്കിലി പേരൻസിന് ഒരു കുട്ടിയുള്ളെന്നുണ്ടെങ്കിൽ 666 യൂറോയ്ക്ക് മേളിൽ സാലറി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ബാക്ക് ടു സ്കൂൾ അലവൻസ് കിട്ടത്തില്ല. അതുപോലെ തന്നെ 2 കുട്ടികളുള്ള പേരൻസ് ആണെങ്കിൽ അവർക്ക് 720 യൂറോയ്ക്ക് മേളിൽ വീക്കിലി വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു ആനുകൂല്യങ്ങൾ കിട്ടത്തില്ല. അപ്പം അതിന് താഴെ സാലറി മേടിക്കുന്ന പേരൻസിൻ്റെ കുട്ടികൾക്ക് ഈ ബാക്ക് ടു സ്കൂൾ അലവൻസ് കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. അത് നമ്മളിവിടെ ഫാമിലിയായിട്ട് വന്നതിന് ശേഷം ഇപ്പോഴാണ് ഈ ഒരു സമയത്താണ് സെപ്റ്റംബർ 30-നകമാണ് ഈ വർഷത്തെ നമ്മൾ ബാക്ക് ടു സ്കൂൾ അലവൻസിന് അപേക്ഷിക്കേണ്ടത്. അതുപോലെ തന്നെ myWelfare.ie ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാം കിട്ടുന്നത്. അതിലേക്കൂടെയാണ് നമ്മുടെ റവന്യൂ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിൽ കൂടെയാണ് നമ്മൾ ഈ ഒരു ബാക്ക് ടു സ്കൂൾ അലവൻസിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് 4 വയസ്സ് മുതൽ 11 വയസ്സ് വരെ ഏജുള്ള കുഞ്ഞുങ്ങൾക്ക് ബാക്ക് ടു സ്കൂൾ അലവൻസ് കിട്ടുന്നത് 160 യൂറോ ആണ്. 160 യൂറോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ റേറ്റ് വെച്ചിട്ട് ഇന്ത്യൻ റുപ്പീസ് 14,804 രൂപ നമുക്ക് വരുന്നുണ്ട്. 160 യൂറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14,804 രൂപയാണ് 4 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടിക്ക് ഇവിടെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ 12 വയസ്സ് മുതൽ മേപ്പോട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് 285 യൂറോ ആണ്. 285 യൂറോ എന്ന് പറയുമ്പോൾ 26,307 നമ്മുടെ ഇന്ത്യൻ്റെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ബാക്ക് ടു സ്കൂൾ അലവൻസ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നത്. ഈ 2024 ഏകദേശം അയർലൻഡിൽ ഇപ്പം 1,11,000 ഫാമിലീസ് ഓൾറെഡി ഇതിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അവർക്കത് കിട്ടാൻ എലിജിബിലിറ്റിയാണ്. 2,00,000 മേളിൽ 2,70,000 കുട്ടികൾ ഈ ഒരു അലവൻസ് കൈപ്പറ്റുന്നുണ്ട്. അപ്പം നല്ലൊരു കാര്യമാണ്. എന്താ പറയുന്നത്, നമുക്ക് ഇവിടെ ഒരു രീതിയിലുള്ള ജനറൽ കാറ്റഗറിയോ അല്ലെങ്കിൽ മറ്റുള്ള കാറ്റഗറിയോ ഒന്നും നോക്കിയല്ല കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ഗ്രാൻഡ് കൊടുക്കുന്നത്, ബാക്ക് ടു സ്കൂൾ അലവൻസ് കൊടുക്കുന്നത്. അവരവരുടെ പേരൻസിൻ്റെ വരുമാനം അനുസരിച്ച് നല്ല സാലറി ഉള്ള പേരൻസ് ആണെങ്കിൽ അവർക്ക് ഈ ഒരു ബാക്ക് ടു സ്കൂൾ അലവൻസ് കിട്ടത്തില്ല. അതായത് വീക്കിലി 666 യൂറോയ്ക്ക് മേളിലോ 2 കുട്ടികളുള്ളവർക്ക് 770 യൂറോയ്ക്ക് മേളിലോ ഒക്കെ സാലറി കിട്ടുന്ന പേരൻസ് ആണെങ്കിൽ അവർക്ക് ഈ ഒരു അലവൻസ് കിട്ടത്തില്ല. ബാക്കി ഇതിന് താഴെ സാലറി ഉള്ള പേരൻസിൻ്റെ മക്കൾക്ക് ഈ ബാക്ക് ടു സ്കൂൾ അലവൻസ് കിട്ടും. ഈ ഒരു 160 യൂറോയും അതുപോലെ തന്നെ 2 കുട്ടികളുള്ളവർക്ക് 285 യൂറോയ്ക്ക് കിട്ടുന്ന നല്ലൊരു പൈസയാണ്. പിള്ളേരുടെ ഡ്രസ്സ് മേടിക്കാനും അതുപോലെ തന്നെ ബാഗ് മേടിക്കാനൊക്കെ ഇനഫ് മണിയാണത്. അപ്പോൾ നല്ല രീതിയിൽ അവർക്കുള്ള സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ ഈ ഒരു എമൗണ്ട് കൊണ്ട് തികയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫാമിലിയായിട്ട് അയർലൻഡിൽ വരുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ബാക്ക് ടു സ്കൂൾ അലവൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സാലറി സ്കെയിലിനൊക്കെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളും ഫാമിലിയായിട്ട് അയർലൻഡിൽ വന്നതിന് ശേഷം നിങ്ങൾക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ നോക്കും. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പം ഇതുപോലൊരു നല്ലൊരു ഇൻഫർമേഷനായിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും ബൈ.